ഇവിടെ ജയിൽ കാഫറ്റീരിയയിൽ ഭക്ഷണം നൽകുമ്പോഴെല്ലാം സാം ജാഗ്രതയോടെ കൂടുതലായി വെള്ളം കുടിക്കുമായിരുന്നു, കുടിക്കാൻ കഴിയാത്തത്ര വരെ. പിന്നെ പെട്ടെന്നുതന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഛർദിയാകുമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്നു ശ്രദ്ധ മാറ്റാൻ അവൻ ഒളിച്ചിട്ട് പുഷപ്പുകൾ തുടങ്ങും. അപ്പോൾ കാപ്പൽ ഓഫീസർ അകത്തെത്തിയാൽ സാം ഛർദിയാകുന്നവനെപ്പോലെ നടിക്കും. ശാന്തതയുടെ പേരിൽ ഓഫീസർ 2 ഗാർഡുകളോട് സാമിനെ ഇൻഫർമറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു വിട്ടുമാറ്റും. പക്ഷേ അതെല്ലാം സാം മുൻകൂട്ടി ഒരുക്കിയ പ്ലാനായിരുന്നു. കിടക്കയിൽ കിടന്നതോടെ അവൻ വയറുവേദനയെക്കുറിച്ച് പരാതിപ്പെട്ടു. സംശയം കാണാതെ സ്റ്റാഫ് ക്ലീനെ കൊണ്ട് അവനെ ടോയ്ലറ്റിലേക്ക് കൂട്ടി. പക്ഷേ അതൊരു കുടിയിരിപ്പിന്റെ തുടക്കമായിരുന്നു. അകത്ത് കയറിയ ഉടനെ ക്ലീനർ വാതിൽ ഉറച്ചു പിടിച്ചു. പിന്നെ സാം ടോയ്ലറ്റിന്റെ പിന്നിൽ ഒളിപ്പിച്ച ഇരുമ്പ് ബോക്സ് തുറന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന ടൂൾ എടുത്ത് ഇരുവരും പൈപ്പിലൂടെ ക്രാളിംഗ് ചെയ്ത് പുറത്തേക്കിറങ്ങി. വീണ്ടും ആ ബോക്സ് പഴയപോലെ അടച്ചു വെച്ച് ആരെയും സംശയിപ്പിച്ചില്ല. ശേഷം അവർ നേരെ സ്റ്റോറേജ് റൂമിലേക്ക് പോയി. അവിടെ മനുഷ്യന്റെ വലിപ്പമുള്ള തടി പ്ലേറ്റ് ഒരുക്കിയിരുന്നതാണ്. അത് ജയിൽ ട്രാൻസ്പോർട്ട് ലോറിയുടെ അടിയിൽ ഫിറ്റ് ചെയ്ത് അകത്ത് ഒളിച്ചു. അവർക്കുണ്ടായിരുന്നത് എളുപ്സ്ന ആണെന്ന വിശ്വാസം. പക്ഷേ അപ്പോൾ ഒരു ഗാർഡ് റൂട്ടീൻ ചെക്കിനായി എത്തി. എല്ലായിടത്തും നോക്കി, പക്ഷേ ഒളിപ്പിച്ച തടി കണ്ടില്ല. പിന്നീട് ട്രക്ക് ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അവർ ഇറങ്ങി അടുത്തുള്ള ഫോർഡ് മസ്റ്റാങ് കാറിൽ കയറി കാതിരിപ്പില്ലാതെ ഒഴിഞ്ഞു. ഇത് ഒരു സാധാരണ ജയിലിൽ നിന്നുള്ള രക്ഷപ്പെട്ട കഥയല്ല. യഥാർത്ഥ കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. ആദ്യം അവർ പ്രത്യേക ബോംബ് ഉപയോഗിച്ച് സിഗ്നൽ സ്റ്റേഷൻ തകർക്കും. അതിനാൽ റേസ് ട്രാക്കിലെ അണ്ടർഗ്രൗണ്ട് വാൾട്ടിൽ കവർച്ച നടത്താൻ ആരും ശ്രദ്ധിക്കില്ല. ആളുകൾക്ക് അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമെന്നാണ് തോന്നിയത്. അപ്പോൾ വാതു ക്യാഷ് ഉപയോഗിച്ചായി തുടങ്ങി. അതേസമയം ജയിലിൽ ഉള്ള സാമിന്റെ കൂട്ടുകാരി ആയ കലാപം തുടങ്ങി. സാമിന് വീണ്ടും ചുമ്മാതെ ജയിലിലേക്ക് തിരിച്ചെത്താൻ സമയം നേടാൻ വേണ്ടി. അതെ, ആരും ശ്രദ്ധിക്കാതെ സാം തിരിച്ചെത്തേണ്ടതുണ്ടായിരുന്നു. സ്വാറ്റ് ടീം അകത്ത് കയറുന്നത് തടയാൻ അവർ 3 ജയിൽ ഗാർഡുകളെ പിടിച്ചു. ക്യാരന് ആ വാർത്ത കേട്ട ഉടൻ അലാറം മുട്ടിച്ചു. വാർഡൻ എല്ലാ ഗേറ്റുകളും വഴികളും അടച്ചുപൂട്ടാൻ ആജ്ഞയും നൽകി. പക്ഷേ അതായിരുന്നു യഥാർത്ഥ പദ്ധതി. അവർ അലുമിനിയം ഫോയിലും ട്രേകളും ഉപയോഗിച്ച് ജനാലകൾ മൂടുകയും ക്യാമറയിൽ പീനട്ട് ബട്ടർ തേച്ച് അന്ധമാക്കുകയും ചെയ്തു. വാർഡന് ഒന്ന് മനസ്സിലാകുമ്പോഴേക്കും എല്ലാം പൂർത്തിയായിരുന്നു. അതിനിടയിൽ സാം അടുത്ത പടിയിലേക്ക് ഒരുങ്ങിയിരുന്നു. ഇത്തവണ കവർച്ചയിൽ സഹായിച്ചിരുന്നത് പൂച്ചനായികമല്ല, കൊച്ചുവണ്ടികളായിരുന്നു.